എന്നിട്ട് റോഷൻ പുതിയ വിശേഷങ്ങളൊക്കെ? സുഖം. സുഖമാണോ? വേറെ ഒന്നുമില്ലേ? സന്തോഷം. പുതിയ എന്തോ വാർത്ത കേട്ടല്ലോ? അതെ, അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏതിന്റെ അപ്പോയിന്റ്മെന്റ്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ. ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന അങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? ഇത് എന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. 2020 ഞാൻ ആദ്യമായിട്ട് ഇതിനെ കുറിച്ചിട്ട് അറിയുന്നത്. 2020 ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ എന്താ ഈ 2020 കേട്ടാൽ എനിക്ക് 4 വർഷം ഒരു എക്സാം ഉണ്ടല്ലോ? 2021 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് പൊട്ടി. എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ്? 2024 എന്താണ് മെച്ചപ്പെടുത്തിയത്? മെച്ചപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ എക്സാമിന്റെ സ്ട്രക്ചർ, സിലബസും കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തത്. അതായത് സിലബസ് മൊത്തം കവർ ചെയ്യാതെ എക്സാമിന് നീഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രിപ്പറേഷൻ കാലിബ്രേറ്റ് ചെയ്തു. അതാണ് ചെയ്ത വ്യത്യാസം. എന്തൊക്കെയായിരുന്നു ആ നീഡ് എന്ന് പറയുന്നത്? എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത മാറ്റം? PSC അല്ല നടത്തുന്നത് എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ്. അത് ഹൈക്കോർട്ട് നേരിട്ടാണ് നടത്തുന്നത്. എക്സാം പാറ്റേണിൽ വ്യത്യാസമുണ്ട്. പാറ്റേണിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പാർട്ട് PSCയിൽ 10 മാർക്കിനേ ഉള്ളൂ, 10% ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് 50%, 50 ക്വസ്റ്റ്യൻസോളം വരുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ബാക്കി GK എല്ലാം കൂടെ ചേർത്തിട്ട് ബാക്കി 50% ആണ് കറണ്ട് അഫയേഴ്സും GKയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഏറ്റവും ഹൈ ഹിറ്റ് അടിക്കാൻ വേണ്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. കാര്യമല്ല, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഇപ്പൊ റൈറ്റിംഗ് സ്കില്ലും കൂടെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് PSC നിന്നൊരു വലിയ വ്യത്യാസം. കാരണം നമുക്ക് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ ഒരു സ്കില്ലും വേണമെന്നുള്ളത്. അതെ, റൈറ്റിംഗ് ആണ്, പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ട് റൈറ്റിംഗ് ആണ് അതിന്റെ റിട്ടേൺ. ഓക്കെ. ബാങ്ക് എക്സാം പോലെ ടൈപ്പിംഗ് ആയിട്ടുള്ള അല്ല. ഓക്കെ. അപ്പം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷാണ് ഒരാൾ ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോട് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണോ? അതെ, ഇംഗ്ലീഷ് ഞാൻ വായിക്കും, സംസാരിക്കും, എഴുതും എന്നുള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കൊടുത്തത്. പക്ഷേ അത് പാളി. അപ്പോൾ ഇത് പ്രോപ്പർലി പഠിച്ചു കഴിഞ്ഞാലേ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പൂജാമുസായിട്ട് ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇത് പ്രോപ്പർ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടുന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തത്, പാർട്സ് ഓഫ് സ്പീച്ചും ഗ്രാമർ ഏരിയയും ഒക്കെ. അപ്പം ഇതില് നമുക്കൊരു ഏറ്റവും അത്ഭുതമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം റോഷന്റെ ഇന്റർവ്യൂ മാർക്സ് ആണ് ഔട്ട് ഓഫ് 10 9 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്റർവ്യൂവില് 9 എന്ന് പറയുന്ന ഒരു മാർക്ക്? അതൊരു ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു മാർക്സ് ആണ്. അതെങ്ങനെയാണ് നേടിയത്? അത് മാർക്സ് കണ്ടപ്പം എനിക്കും സർപ്രൈസ് അടിച്ചായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തത്, ഞാൻ വിചാരിക്കുന്നത് ഇന്റർവ്യൂവിന് വേണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. പേഴ്സണാലിറ്റി വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, പിന്നെ കോമൺ സെൻസ് വേണം. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം മാർക്ക് മേടിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പം പേഴ്സണാലിറ്റി, കോമൺ സെൻസ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഓക്കെ. അപ്പൊ ഇത് 3ഉമാണ് റോഷനെ കൊണ്ടെത്തിച്ചത്. ഇന്റർവ്യൂല് 10ൽ 9 മാർക്കാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്.